പോയി. അപ്പൊ സർ നമ്മളെ ജാതകം കാണിക്കുമ്പോൾ നമ്മുടെ എല്ലാം എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതിന്റെ രാശിയും അതെല്ലാം, അത് അക്യുറേറ്റ് ആണോ? ഹോറോസ്കോപ്പ് വരെ അക്യുറേറ്റ് ആണ്. ഇതിന് ശേഷം വരുന്നിടത്താണ് പ്രശ്നം. ഒരാൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇപ്പം ഏത് ജാതകത്തെ ഒരാൾക്ക് പാവജാതകമാക്കാം ഒരു ജോത്സ്യന്. പിന്നെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിട്ടാണ് ഇത് പാവജാതകമാണെന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ ഇവര് പോകുന്നിടത്തല്ല ഇത് ചൊവ്വാദോഷം പറഞ്ഞ് ഇന്നും പേടിപ്പിക്കുന്നില്ലേ? മനുഷ്യൻ ചൊവ്വയെ പാൻ പോവാ. ശരിക്കും പറഞ്ഞാൽ ഇത് ആകാശത്തിലെ ചൊവ്വയാണെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ലെന്നേ. ഇത് ക്യാരക്ടർ സ്റ്റഡിയാണ്. നിങ്ങൾ ജാതകത്തെ അങ്ങനെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ ഭയങ്കര രസമാണ് ആനി. ഭയങ്കര രസമുള്ള ഓരോ മനുഷ്യരുടെ ഞാൻ ഭയങ്കരമായിട്ട് ഇത് പഠിക്കും. ഞാനൊരു കാര്യം കൂടെ പറയാം. ശരിക്കും ഈ നമ്മുടെ വിശ്വാസങ്ങളുടെ ഒരു പ്രശ്നം, ഋഷീശ്വരന്മാർ അവരുടെ ഒബ്സർവേഷനിലും അവരുടെ കഴിവിലും അവരെഴുതി വെച്ച സാധനത്തെ അവിടെ തന്നെ നിർത്തി. പിന്നെ ഇതിന് ഇങ്ങോട്ട് സ്റ്റഡി വന്നിട്ടില്ല, ഇങ്ങോട്ട് പഠനം കൊണ്ടുവന്നിട്ടില്ല. ഇതിനെ പിന്നീട് പഠനങ്ങൾക്ക് ശ്രമിക്കാതിരുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം. ഈ ആസ്ട്രോളജി തന്നെ എത്രയോ പഠനവിധേയാക്കുക. ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാ. പൊരുത്തം എന്ന് പറയുന്നത് ക്യാരക്ടറുകൾ തമ്മിലുള്ള ഒരു പൊരുത്താണ്. നിസ്സന്താനേ സസൂനം നിരവധികരണം നിർദ്ദയേ നിസ്വദാഠ്യേ നിസ്തൂലം വിത്തനാദം സ്വരുചമരുജു ജഷ്മാജുഷം ജാതകേഷു വിദ്യാവൃത്തം ജ വിദ്യാരഹിത ഇതിമൃതി സ്ഥാനദോഷം സമാനം എന്ന് പറഞ്ഞ പദ്യം. അതായത് ഒട്ടും കാരുണ്യമില്ലാത്ത ഒരുതൻ അവൻ അല്പം കാരുണ്യമുള്ള ഒരു പെണ്ണ് ചേരുന്നതിൽ കുഴപ്പമില്ല. ഒട്ടും കാരുണ്യമില്ലാത്തൊരു പെണ്ണ് അല്പം കാരുണ്യമുള്ള ഒരു പയ്യൻ ചേരണം. കാരണം അവരുടെ ലൈഫ് നല്ലോണം പോകും. കാരണം ഈ ഒരാളെ ഇവൻ വെറുപ്പിച്ചു വിടുമ്പം അല്ലെങ്കിൽ അവർ ഇതിന് പോട്ടെ ചേട്ടൻ അപ്പോഴത്തെ ഒരു ഇതാ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അപ്പോഴത്തെ ഒരു ഇതാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അതാണ് ഈ പാപസാമ്യം ദോഷസാമ്യം എന്ന് പറയുന്നത്. സർ, ഈ ആസ്ട്രോളജി വിശ്വസിക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വാസ്തു എന്ന് പറയുന്നത്, അല്ലെ? അതിലും ഇതേപോലെ തന്നെ ഈ വാസ്തുവിലെ പൂർണ്ണമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ബിൽഡിങ്, ഒരു വീട് നിർമ്മിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു കാലത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ മൊത്തം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഭയങ്കര രസമുള്ള ഒരു സബ്ജക്റ്റാണ്. ഒരു പട്ടണം എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത് പോലും ഈ വാസ്തു ഗ്രന്ഥത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറയും. ഒരു ബ്രഹ്മാവ് നമ്മുടെ വീട്ടിലൂടെ സഞ്ചരിക്കുന്നില്ല, ഒരു യമനും സഞ്ചരിക്കുന്നില്ല. വായു സഞ്ചാരത്തെ പറ്റിയാണ് പറയുന്നത്. വായു, അതായത് കാറ്റും വെളിച്ചവും കയറാൻ വേണ്ടിയാണ് വാസ്തുവിലെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ നമ്മുടെ വരുമാനത്തിനനുസൃതമല്ലാതെ വീട് വയ്ക്കും. വീടിനെ ഒരു മത്സരമാക്കി മാറ്റും. ഒരിക്കലും ഒരാളൊരു വലിയ പ്ലാൻ കൊണ്ടുവന്നു 3500 സ്ക്വയർ ഫീറ്റ്. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയ വീടിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ 3 പേരേ ഉള്ളൂ, 3500 സ്ക്വയർ ഫീറ്റ് വീട് ശരിയല്ല നിങ്ങൾക്ക്. അവർ അല്ലല്ല, എൻ്റെ ഭാര്യയുടെ അനിയത്തി ഇത്രയും വലിയൊരു വീട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണം. ഞാൻ ചോദിച്ചിട്ട് ഓട്ട മത്സരമാണോ? അവർ വെച്ചതുകൊണ്ട് ഞങ്ങൾ വെക്കണം? അങ്ങനെയല്ല, അത് നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി. ഞാൻ നോക്കി, ഓക്കെ, വെച്ചു. ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഈ വീട് ജപ്തിയായി. ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ല. എൻ്റെ അടുത്ത് വീണ്ടും വന്നു. കാരണം ഇത് വിൽക്കാൻ നോക്കിയാൽ വിൽക്കാത്തില്ല. ഈ 3500 സ്ക്വയർ ഫീറ്റ് മേടിക്കാൻ പാങ്ങുള്ളവൻ സ്വന്തമായിട്ടൊരു വീട് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്താ, നമ്മുടെ വരുമാനത്തിനനുസൃതമല്ലാതെ നമ്മൾ വീട് വെക്കുകയാണ് മറ്റുള്ളവരെ കാണിക്കാൻ. അത് പാടില്ല. വാസ്തു നിയമങ്ങൾ പാലിക്കരുതെന്നല്ല, നമ്മുടെ വരുമാനത്തിനനുസരിച്ചേ പാലിക്കാവൂ. വാസ്തു ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണെന്നറിയാമോ? കാറ്റും വെളിച്ചവും കയറുന്ന മനോഹരമായ ഭവനങ്ങൾ നിർമ്മിക്കാനാണ്. ആ നിയമങ്ങൾ നോക്കി ഇന്നത്തെ ഇപ്പം ഞാൻ വീട് വെച്ചപ്പം എൻ്റെ വീട്ടിൽ പൂജാമുറി വെച്ചില്ല. കാരണം ഞാൻ സ്ക്വയർ ഫീറ്റ് കൂട്ടണ്ടെന്ന് വെച്ചു. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇയാൾക്ക് വിശ്വാസമില്ലാത്ത ആളാണോ? ഈ വിശ്വാസം ഇല്ലെന്ന് പറയുന്നവരുടെ ഒന്നും വീട്ടിൽ ചെയ്യാത്ത കാര്യം എൻ്റെ വീട്ടിൽ ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് എൻ്റെ 2 മക്കൾ വിളക്ക് കത്തിച്ച് നാമം ജപിക്കും. പല വീടുകളിലും ഇല്ല, നിർബന്ധമായിട്ട് അത് ചെയ്യിക്കും. മക്കളും ഭാര്യയും കൂടെ നാമം ചൊല്ലും വൈകുന്നേരങ്ങളിൽ. ഇതെൻ്റെ വീട്ടിൽ ചെയ്യുന്ന. പക്ഷെ ഞാൻ അതിന് പ്രത്യേക ഒരു മുറി ഉണ്ടാക്കിയില്ല. ഞാൻ അതിന് പകരം കുട്ടികൾക്ക് പഠനമുറി ഉണ്ടാക്കി. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പഠനമുറി ഇല്ലാത്ത പ്രോബ്ലം ഉണ്ട്. ഇവർ ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കും. ഈ കുട്ടികൾ എന്താ അതിനകത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അവർക്ക് എന്തും ചെയ്യാം. ബെഡ്റൂമിൽ കയറി ഉറക്കം വരും. അവർക്കിരുന്ന് പ്രോപ്പർ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു പഠനത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു ഫീൽഡ് ഉണ്ടാക്കിയെടുക്കണം. അവിടെ ചെല്ലുമ്പോൾ പഠിക്കാൻ തോന്നണം. അടുക്കളയിൽ ചെല്ലുമ്പോൾ പഠിക്കാനുള്ളതാണ്. ഈ അടുക്കളയിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്താ വിശപ്പും ആഹാരത്തിന് വരുന്നത്? നിരന്തരം അത് ചെയ്ത് അതിന്റെ ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. പഠിക്കുന്നിടത്ത് ആ പഠിക്കുന്ന ഒരു ആംബിയൻസ് വരും. ആ മൂഡിൽ പഠിക്കാൻ തോന്നും. ഇത് വീട്ടിലുണ്ടാക്കണം. എൻ്റെ വീട് ഞാൻ ചെറിയ വീടാണ് വെച്ചിട്ടുള്ളത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച്, അല്ല കോർട്ട്യാർഡും ഗ്രീനറി ഏറിയും വെക്കുന്നവർ വെച്ചോട്ടെ. പക്ഷെ ഞാൻ എൻ്റെ വരുമാനം ഇത്രയേ ഉള്ളൂ, എനിക്ക് അടയ്ക്കാമെന്ന് ചിന്തിച്ച് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ വാസ്തു നിയമങ്ങൾ പൂർണ്ണമായി ആ വീട്ടിൽ പാലിച്ചിട്ടുണ്ട്.